നമസ്കാരം, ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്ക് രാവിലത്തെ കാപ്പിയോടൊപ്പം അതുപോലെ അത്താഴത്തിനും വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ടുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അരിപ്പൊടി കൊണ്ടുള്ളൊരു ദോശ ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനേ, കഴിക്കാനും ടേസ്റ്റാണ്. ഇതെങ്ങനെയാണെന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇടാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞ സവോള, 2 കറിവേപ്പില അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി അതൊരു 1/2 ടീസ്പൂൺ ഉണ്ടാവേ, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 പിടി മുരിങ്ങയില ഇതും ഒന്ന് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇടാവേ. പിന്നെ 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇത് മിക്സിയിൽ നിന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. പിന്നെ 2 ഉണക്കമുളക്, അത് തീരെ അങ്ങ് പൊടിയാക്കിയിട്ടൊന്നുമില്ല, ചില്ലി ഫ്ലേക്സ് സാധാരണ പോലെ അങ്ങ് ചെറുതാക്കിയില്ല, ഇച്ചിരി വലുതായിട്ട് കിടക്കാൻ വേണ്ടി മാത്രം ഒന്ന് കറക്കിയെടുത്തതാണ്. അതും കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇതിങ്ങനെയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇതിൻ്റെ കുരു കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി എരിവ് വേണ്ട എന്നുള്ളതുകൊണ്ട്, എരിവ് കുഴപ്പമില്ലെങ്കിൽ അത് മുഴുവൻ ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടയില്ലാതെ ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ഏറെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്കിത് ഇച്ചിരി ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് കലക്കിയെടുക്കേണ്ടത്. മൊത്തത്തിലൊരു 2-2.5 ഗ്ലാസ് വെള്ളം ഇതിന് വേണ്ടിയിട്ട് വേണം കേട്ടോ. ഇത് നമ്മളിത് കലക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയത്തേക്ക് നമ്മുടെ ഈ അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വീർക്കുവേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുക. മൊത്തത്തിലൊരു 2.25 ഗ്ലാസ് വെള്ളമായിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ച് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ മാവ് ഒരു തവി കൊണ്ടോ ഒരു ഗ്ലാസ്സിലൊക്കെ കോരിയെന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്യാപ്പിലൊക്കെ ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാതെ ഈ മാവ് വീണിട്ട് ഉണ്ടായ ആ ഹോളിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. മാവ് വീഴാത്ത സ്ഥലത്ത് മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക. ഒരു 1.5-2 മിനിറ്റ് നേരം മതിയാവും. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ദോശയൊക്കെ വെന്തിട്ടുണ്ട്. ഇതിനി കൂടുതലൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് അല്പം നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അരികൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാനിൻ്റെ പൊസിഷനൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒന്നും തീ എത്തത്തില്ലല്ലോ. ഇത് കണ്ട് ഇതിൻ്റെ നടുഭാഗമൊക്കെ ഇപ്പം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മടക്കിയെടുക്കാം. ഇത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇങ്ങനെ മടക്കിയതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചിട്ട് അല്പം നേരം കൂടെ ഒക്കെ പാനിലിട്ട് കഴിഞ്ഞാൽ അല്പം കൂടെ മുരിഞ്ഞ് കിട്ടും. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. ഒരു 4-5 മിനിറ്റ് എടുക്കും കേട്ടോ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഇപ്പം രാവിലെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനില്ലെങ്കിലോ അല്ലെങ്കിൽ അരി ഉഴുന്നൊന്നും അരയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇതിപ്പം ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ പുട്ട്, കടല അതുപോലെ ടേസ്റ്റാണെന്നൊന്നും പറയുന്നൊന്നുമില്ല. അത്യാവശ്യം നമുക്കൊരു നേരം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.